ലോകത്തെ നല്ല മനുഷ്യൻ പിണറായി വിജയൻ. ലോകത്തിൽ ഏറ്റവും നല്ല മനുഷ്യൻ പിണറായി വിജയൻ. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് കഴിയുമ്പോഴേക്ക് എന്തൊക്കെ കാണേണ്ടി വരും. ഈ അസോസിയേഷൻകാർ ഒരു ഫ്ലക്സ് അടിച്ചു, അത് ചുരുട്ടി കൂട്ടേണ്ടി വന്നു. അടുത്തതൊരു പാട്ടായിരുന്നു, അത് ജയരാജന്റെ ബുക്കിന്റെ കഥ പറഞ്ഞ പോലെ എങ്ങനെയോ ലീക്കായി. ഒരു പാട്ട് നേരത്തെ ഇറങ്ങിയതിന്റെ പുകില് ഈ അസോസിയേഷൻകാർ അറിഞ്ഞിട്ടില്ല എന്നാണ് തോന്നണേ. പോരാ, ആ വരികൾക്കൊന്നും ഒരു മൂർച്ച പോരാ. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇവർ തീരുമാനിച്ചതായിരുന്നു. സെക്രട്ടേറിയറ്റിലുള്ളവർക്ക് വേറെ പണിയൊന്നും ഇല്ലേന്ന് ചോദിക്കരുത്. ഈ പറയുന്ന തരത്തിലുള്ള വലിയ എതിർപ്പുകൾ ഉയർന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമല്ലാതെ ഒരാൾ എങ്ങനെ വരുന്നു, അല്ലെങ്കിൽ ഒരു കൂട്ടർ എങ്ങനെ വരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമാണത്. അതല്ലാതെ ഞങ്ങളാരും വ്യക്തിപൂജക്ക് നിന്നു കൊടുക്കുന്നയാളല്ല. വ്യക്തിപൂജയുടെ ഭാഗമായിട്ട് നിങ്ങൾ പറയുന്ന രീതിയിൽ ഏതെങ്കിലും കാര്യങ്ങൾ ആർക്കും നേടാനും കഴിയുന്നില്ല. പണ്ട് തിരുവാതിര കളിച്ച പോലെ സ്റ്റേജിൽ 100 വനിതകളെ അണിനിരത്തിയിട്ട് ഈ പാട്ട് പഠിക്കാനിരുന്നു പരിപാടി. പാട്ടൊക്കെ ഇങ്ങനെ പഠിച്ചു വരുന്നു. പക്ഷെ സംഗതി ലീക്കായി. ഞാനൊരു ട്യൂൺ പാടും. അല്ല, ഇത് തന്നെ വേണമെന്നില്ല, ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങളെല്ലാം വരുത്താം. ഇതൊക്കെ കാണുമ്പോൾ ജയരാജൻ സഖാവിന് എന്തോ ചോദിക്കാണ്ട്. പണ്ട് PJ ആർമി ഒരു 2 വരി മൂളിന് ഇവിടെ എന്തൊക്കെ പുകിലാണ് നടന്നത്. പക്ഷെ പാട്ടിനോട് പാർട്ടിക്കുള്ള നിലപാട് വേറെയാണ്. എല്ലാവരും അങ്ങനെ പുകഴ്ത്തി പാടാൻ പാർട്ടി തീരുമാനിച്ചിട്ടില്ല. തൽക്കാലം ഒരാളെ മാത്രം പുകഴ്ത്തി പാടിയാൽ മതി. അതാണ് ഞങ്ങളുടെ പൊതു സമീപനം. ഇങ്ങനെ വാഴ്ത്തുപാട്ട് ഇറക്കണോല് ഒരു കാര്യം മനസ്സിലാക്കണം. വാഴ്ത്തുപാട്ട് പോയിട്ട് ഒരു ചിരി പോലും കിട്ടാത്തവരും ഈ നാട്ടിലുണ്ട്. പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറേ ആളുകളെ ഇപ്പൊ സൃഷ്ടിച്ചിരിക്കുക. അവർ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത്, പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അത് ആടുകയാണ്. ഇങ്ങനെ വല്ല പാട്ടും നമ്മളെ സതീശേട്ടനെ കുറിച്ചെങ്ങാനും ഇറക്കിയാൽ അപ്പൊ കാണാം. എന്നെ കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത എത്തി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. ചുരുക്കി പറഞ്ഞാൽ 5-8 വർഷമായിട്ട് ഒന്നും ചെയ്യാനൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഇരുന്ന് മടുക്കുമ്പോൾ സഖാക്കൾ ഒരു 2 വരി മൂളിന് എന്തെങ്കിലൊക്കെ എത്ര പ്രശ്നം. എന്നാ പിന്നെ സാറിന് കേൾക്കാൻ വേണ്ടി ആ പാട്ടൊന്ന് പഠിക്കേ. ഭരണപക്ഷത്ത് മാത്രം ഇങ്ങനെ ഇരിക്കുമ്പോൾ ആരാണെങ്കിലും ഒന്ന് പാടിപ്പോകും. ആ സുഖം ഒന്നും കൂടെ ഉറപ്പിക്കണമെങ്കിൽ സുഖിപ്പിക്കണവരെ ഒന്ന് വാഴ്ത്തി പാടട്ടെ. മനസ്സിൻ്റെ മാറാല മാറ്റിക്കടന്നു വന്നു, കാലവർഷക്കെടുതിയാകെ മാറി എൻ്റെ നാടിൻ മനസ്സ് തെളിഞ്ഞു മിന്നി. ഒരു തലക്കെ കവിത, ഒരു തലക്കെ ജയരാജൻ സഖാവിനെ പോലുള്ളവരുടെ പുസ്തകത്ത്. ഇത് രണ്ടിനും കഴിയാത്തവരെ വാഴ്ത്തുപാട്ട് പാടാൻ സെക്രട്ടേറിയറ്റിലെ എംപ്ലോയീസ് അസോസിയേഷനെ പോലുള്ളവരും ഇതെല്ലാതും കൂടെ ഇങ്ങോട്ട് ചേരുമ്പോൾ നന്മയുള്ള ലോകം. ലാൽ സലാം സഖാക്കളെ.